Hi everyone, I am Bharath Govind. I am currently doing my research in energy, working on a project funded by International Atomic Energy Agency. And I did my master's in organic chemistry from the University of Mysore. After that, I worked in different sectors, and especially when it comes to the social sector, because ഞാനൊരു സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ഇപ്പോ ഒരു വ്യക്തിയാണെങ്കിലും ഞാൻ വർക്ക് ചെയ്ത ഏരിയ പറയുകയാണെങ്കിൽ ഒരുപാട് മൾട്ടി സെക്ടറിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ജനറലി ഞാനും പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ whenever I finished my 10th standard, there was a big people used to ഒരു degradation of this humanities sector, like humanities they are only focusing on science. ആ ഒരു ട്രെൻഡ് ഞാൻ പഠിക്കുന്ന സമയത്തെ ഉള്ളൊരു ട്രെൻഡാണ്. ലൈക്ക് humanities is something bad, and humanities is something which is taken by the below average students. അങ്ങനെ ഒരു നോഷൻ ഉണ്ടായിരുന്നു. But what I learned like from my experiences, it is not like that. We need people from all sectors. That's what I learned, because as a person who worked in different sectors, like I worked on environment management, climate education, social work, like counseling, or different socio-economic surveys, and especially during the times of disaster with the government. So എല്ലാ സമയത്തും എല്ലാ തരത്തിലുള്ള, അതായത് ഏത് ഒരുപാട് ഫീൽഡ് മൾട്ടി സെക്ടറി എന്നുള്ള, അല്ലെങ്കിൽ ഒരുപാട് ഇവൻ ഫ്രം ദ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള ആൾക്കാരായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ നമുക്കൊരിക്കലും വി കനോട്ട് avoid any sector when you consider for the greatest benefit to humankind. Like we have to have people from all sectors. അതാണ് ഞാൻ like I would say like അതാണ് നമുക്ക് വേണ്ടത്. സോ ഇപ്പോ we are seeing change in our society, like especially among the youth or student community, that they are ready to deviate into different streams. Like ഞാനിപ്പോ MSc കഴിഞ്ഞിട്ട് I was working with the district collector of Thiruvananthapuram district. സോ നമ്മുടെ ആ സമയത്ത് വി ലോഞ്ച്ഡ് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. ആ സമയത്ത് നമുക്ക് ഈവൻ എഞ്ചിനീയറിംഗ് സെക്ടറിൽ നിന്ന് മെഡിസിൻ പഠിച്ച ആൾക്കാർ, അല്ലെങ്കിൽ സയൻസ് പഠിച്ച ആൾക്കാർ, ലിറ്ററേച്ചർ പഠിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് പഠിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ. വി ഗോട്ട് അറൌണ്ട് 200 ആപ്ലിക്കേഷൻസ് വെൻ വി ഇൻവൈറ്റഡ് ദ ആ ഒരു സമയം. അപ്പോൾ പ്രധാനമായിട്ട് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ സൊസൈറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എല്ലാ സെക്ടറിൽ നിന്നുള്ള ആൾക്കാരുടെ ആവശ്യമാണ്. ഇപ്പോൾ നമുക്ക് പലർക്കും പല പെർസ്പെക്റ്റീവ് ആയിരിക്കും. ലൈക്ക് സയൻസ് പഠിച്ച ആൾക്കാർക്ക്, ടെക്നോളജി പഠിച്ച ആൾക്കാർക്ക്, മെഡിസിൻ പഠിച്ച ആൾക്കാർക്ക് ഒക്കെ പല പെർസ്പെക്റ്റീവ് ആയിരിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ ഒരു ജേർണി എന്നെ പഠിപ്പിച്ച ഒരുപാട് ആൾക്കാരുമായിട്ടും, ലൈക്ക് നിങ്ങൾക്കറിയാം, ലൈക്ക് ഒരു എസ്പെഷ്യലി ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, മെയിൻ ടേണിംഗ് പോയിന്റ് എന്റെ ലൈഫിൽ ഉണ്ടായത് 2018 ഫ്ലഡ്സ് ആണ്. ആ സമയത്ത് വോളണ്ടിയേഴ്സിനെ കോർഡിനേറ്റ് ചെയ്ത ആ സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ഈ ദുരന്തം ബാധിച്ച ഇടങ്ങളിലേക്ക് നമുക്ക് സോഷ്യോ ഇക്കണോമിക് സർവേ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടേക്ക് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാരെ സെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ ലൈക്ക് ആ സമയത്ത് വി got the help from the students who is studying social MA sociology or MA social work, MA psychology. അങ്ങനെ അതായത് we send people to the most affected districts of Kerala. ആ സമയത്ത് നമ്മൾ we made use of we got help from the students who studied social science, and from Tata Institute of Social Sciences. And we send a group of students who is studying in Tata Institute of Social Sciences, or who studied in Tata Institute of Social Sciences, to the Chengannur. Chengannur was one of the most affected areas. Because ആ ഒരു ദുരന്ത സമയത്ത് we were in need of the help from അങ്ങനെ സോഷ്യൽ സയൻസ് പഠിച്ച, അല്ലെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള, അതായത് സൊസൈറ്റി അറിയാവുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയെ മനസ്സിലാക്കാൻ പറ്റുന്ന, അതിൽ ട്രെയിനിങ് കിട്ടിയ കുട്ടികളെ
we got the help and it was really helpful because നമുക്ക് ആ സമയത്ത് ഗവൺമെന്റ് നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രധാനമായിട്ട് ഒരു എമർജൻസി വരുമ്പോൾ നമുക്ക് ഗവൺമെന്റിലെ ഹ്യൂമൻ റിസോഴ്സ് വളരെ കുറവാണ്. സോ വി നീഡ് ടു വോളണ്ടിയർ. നമ്മൾ വോളണ്ടിയറിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഐ ഗോട്ട് ടു നോ ഫ്രം the experiences which I had when I was working with the district administration of Trivandrum district. So ആ സമയത്ത് ഉണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലൊക്കെ the importance of humanities or വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ we should not degrade that particular sector and we should have bright minds from those sectors. So അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഒരു നിങ്ങളോട് സംസാരിക്കുമ്പോൾ I would like recommend, like you should, if you have passion for humanities, if you have passion for social sectors, if you have passion for social development, if you have passion for environment, for the protection of environment, നമുക്ക് ഈ സെക്ടറിലുള്ള ആൾക്കാരുടെ ആവശ്യകത വളരെ വലുതാണ്. നിങ്ങളിപ്പോ ഒരുപാട് ഇമേർജിംഗ് ആയിട്ടുള്ള ഫീൽഡ്സ് വരുന്നുണ്ട്. ഇപ്പോ ഈ സോഷ്യൽ സയൻസിലാണ് നമ്മൾ പണ്ട് ഒരു കൺവെൻഷണൽ ആയിട്ട് പഠിച്ചു വന്ന അത് മാറിയിട്ട് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായി വരുന്നുണ്ട് സോഷ്യൽ സയൻസിൽ തന്നെ, ഇൻക്ലൂഡിങ് നിങ്ങളിപ്പോ ഈവൻ പണ്ട് ഈവൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് they were giving preference to technology and science, but nowadays they started courses on ഇതെന്താണ് നമ്മളിപ്പോ പറയും പോലെ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് പോലുള്ള. ഇപ്പൊ NIT-ലൊക്കെ many of our volunteers are, നമ്മൾ ഈ ഫ്ലഡ് കഴിഞ്ഞപ്പോ ഈ ഒരു സെക്ടറിന്റെ ഇമ്പോർട്ടൻസ് പലർക്കും മനസ്സിലായി. കാരണം നമ്മുടെ എന്റെ കൂടെ വർക്ക് ചെയ്ത പല വോളണ്ടിയേഴ്സും ഇന്ന് NITs-ലൊക്കെ ഹ്യൂമൻ ഡെവലപ്മെന്റ് പോലുള്ള കോഴ്സുകൾ എടുത്ത് പഠിക്കുന്നുണ്ട്. സോ അതിന് ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അതുപോലെ നമ്മൾ ഇന്ന് ഒരുപാട് ഇമേർജിംഗ് ഫീൽഡ്സ് ഉണ്ടായിട്ട് വരുന്നുണ്ട്. അതായത് ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് റിലേഷൻസ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ്, അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയൊക്കെ ഒരുപാട് ഇമേർജിംഗ് ആയിട്ടുള്ള ഹ്യൂമാനിറ്റീസിൽ ഒരുപാട് ഇമേർജിംഗ് ഫീൽഡും ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാർ പിന്നെ സിസ് പോലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സോഷ്യൽ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്ത കാരണം നമ്മൾ ഫോർ എക്സാമ്പിൾ ശ്രീറാം എന്നൊരു ഒരു വോളണ്ടിയർ ഉണ്ടായിരുന്നു. ശ്രീറാം സ്റ്റഡീഡ് ബിടെക് പഠിച്ചിട്ട് he shifted to the social science, he studied in Tata Institute of Social Sciences. He was one of the active volunteers in COVID-19 pandemic. ആ ടൈമിൽ ഏറ്റവും വളരെ ആക്റ്റീവ് വോളണ്ടിയർ ആയിരുന്നു ശ്രീറാം എന്ന് പറഞ്ഞു. അപ്പോൾ സോ അതാണ് പറയുന്നത്, നമ്മളിപ്പോ ഒരുപാട് ആൾക്കാർ എക്സാമ്പിൾസ് ഉണ്ട്. അതായത് ബിടെക് പഠിച്ചിട്ട് അവര് ഒരുപാട് നാള് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സെക്ടറിൽ വർക്ക് ചെയ്തിട്ട് they shifted to സോഷ്യൽ സയൻസ്. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ എനിക്ക് ഐ നോ ദ റിയൽ ലൈഫ് എക്സാമ്പിൾസ്. സോ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ നമുക്കിപ്പോ ഇഫ് യു ഹാവ് ടേസ്റ്റ്, ഞാനിപ്പോ ക്ലൈമറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കേരളത്തിൽ ആദ്യമായിട്ട് ക്ലൈമറ്റ് എഡ്യൂക്കേഷൻ വീക്ക് അല്ലെങ്കിൽ ഗ്ലോബൽ ക്ലൈമറ്റ് എഡ്യൂക്കേഷൻ മന്ത് ആ രീതിയിൽ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആയിട്ട് ഞാനാണ് ആക്ച്വലി whenever I worked in the project സ്ഥിതി ഓഫ് അണ്ടർ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. ആ സമയത്ത് നമ്മൾ ക്ലൈമറ്റ് എഡ്യൂക്കേഷൻ നടത്തി. അപ്പോൾ വി ഹാഡ് ക്ലൈമറ്റ് എഡ്യൂക്കേറ്റേഴ്സ് ഫ്രം ഓൾ സെക്ടേഴ്സ്, ലൈക്ക് ബിടെക് പഠിച്ച ആൾക്കാർ, അല്ലെങ്കിൽ MSc പഠിച്ച ആൾക്കാർ, MA പഠിച്ച ആൾക്കാർ, ഡിഫറെന്റ് സെക്ടേഴ്സ്. അപ്പോൾ നമ്മളിപ്പോഴും വി ആർ ഹൈലൈറ്റിംഗ് സം സെക്ടേഴ്സ് ഓൾവേസ്. നമ്മൾ പണ്ടൊക്കെ ഒരു മെഡിസിൻ ആൻഡ് എഞ്ചിനീയറിംഗ് എന്നൊരു വളരെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ സയൻസ് അങ്ങനെയുള്ള. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് വേൾഡ് സ്റ്റാർട്ടഡ് റെക്കഗ്നൈസിങ് അതർ ഫീൽഡ്സ് ആൻഡ് ഒരുപാട് നമ്മൾ പലപ്പോഴും നമുക്ക് നീഡ് ബേസ്ഡ് ആയിട്ടാണ് ആൾക്കാർ പലപ്പോഴും പല സെക്ടേഴ്സിനെ നമുക്ക് ഒരു നീഡ് ഉണ്ടാകുമ്പോൾ സോ അതിനെ റിസോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഹ്യൂമൻ റിസോഴ്സിന്റെ ആ സമയത്താണ് പലപ്പോഴും നമ്മൾ ഈ ദിസ് ഫീൽഡ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദാറ്റ് ഫീൽഡ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് എന്നുള്ള ഒരു മനസ്സിലാക്കി വരുന്നപ്പോഴാണ്. ഇപ്പൊ നമ്മളിപ്പോ പലപ്പോഴും പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളുകളിൽ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ കൗൺസിലർ എന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പക്ഷെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും
ഒക്കെ എന്താണ് കൗൺസിലറിന്റെ ഒരു പോസ്റ്റ്, അതായത് ദോസ് ഹു സ്റ്റഡീഡ് മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഓർ MA in sociology, MA in psychology, മെഡിക്കൽ സൈക്കോളജി ഒക്കെ പഠിച്ച ആൾക്കാരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ, അതായത് ഇപ്പോൾ നമ്മളിപ്പോ പണ്ട് എന്താണ് മെന്റൽ ഹെൽത്ത് വാസ് നോട്ട് കൺസിഡേർഡ് ആസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ലൈക്ക് ഇപ്പൊ നമ്മളിപ്പോ ഫ്ലഡ് വന്ന സമയത്തൊക്കെ നമ്മൾ അതിനോട്, അതായത് ഒരു ദുരന്തം ബാധിക്കുന്ന സമയത്ത് വൾണറബിൾ കമ്മ്യൂണിറ്റീസ് എപ്പോഴും വളരെയധികം മാനസികമായി, അതുപോലെ എല്ലാ സെക്ടറിലുള്ള ആൾക്കാർ മാനസികമായിട്ട് പലതും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ അപ്പോഴാണ് എന്താണ് മെന്റൽ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജി പഠിച്ച ആൾക്കാർ ആവശ്യം നമുക്ക് വേണ്ടി വന്നത്. അതുപോലെ ഈ കോവിഡിന്റെ സമയത്ത് നമ്മൾ വി ഹാഡ് എ വോളണ്ടിയർ ഗ്രൂപ്പ്. അതായത് ഞാൻ വെൻ കോവിഡ് affected the world, COVID-19 pandemic affected the world, I was actually I was leading the interagency group of Trivandrum district. അതായത് ഒരു ജില്ലയിൽ വരുന്ന NGO-കളെയും CSO-കളെയും അതുപോലെ വോളണ്ടിയേഴ്സിനെയും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് NDMAയുടെ ഒരു ഭാഗമായിട്ട് എല്ലാ ജില്ലയിലുള്ള ഒരു സംഭവമാണ് ഇന്റർ-ഏജൻസി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ടാസ്ക് ഫോഴ്സ് അതായത് ട്രെയിൻഡ് വോളണ്ടിയേഴ്സിനെ നമ്മൾ ദുരന്തത്തിന്റെ ടാക്കിൾ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഒരു DDMA ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൽ തന്നെ പല സെക്ടറിൽ മെഡിക്കൽ വോളണ്ടിയേഴ്സ്, അതുപോലെ എന്താണ് നമ്മളിപ്പോ സൈക്കോളജി, അതായത് നമ്മളിപ്പോ കൗൺസിലിംഗ് കൊടുക്കാനും, അതായത് ഇപ്പൊ ക്വാറന്റൈനിൽ കഴിയുന്ന ആൾക്കാർക്ക്, അതായത് അവിടെ നമുക്കറിയാം നമ്മളിപ്പോ ആസ് പെർ ദ research output provided by the leading researchers all across the world, the mental health was the most affected thing during COVID-19 pandemic. So ആ സമയത്ത് നമ്മൾ എല്ലാ ജില്ലകളിലും നമ്മൾ കേരള സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റിയുടെ കീഴിലൊക്കെ നമ്മൾ ഒരുപാട് ഈ സോഷ്യൽ വർക്ക് പഠിച്ച അല്ലെങ്കിൽ MA സൈക്കോളജി പഠിച്ച അങ്ങനെ ആ സെക്ടറിലുള്ള ആൾക്കാരെ നമുക്ക് വേണ്ടി വന്നു. അതുപോലെ ആ സമയത്ത് നമുക്ക് അതായത് ഇപ്പോ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഡേറ്റ എപ്പോഴും പബ്ലിക് ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഡേറ്റയാണ് പബ്ലിക് ഹെൽത്തിനെ ഡിസിഷൻ മേക്കിങ്ങിൽ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഈ സെക്ടറിൽ പരിജ്ഞാനമുള്ള ആൾക്കാരെ വേണ്ടി വന്നു. അപ്പോ നമ്മൾ now we realized, and after all the floods or landslides or disasters we faced so far, and the current pandemic which is going on, appo aa samayathokke nammalipo we recognize the importance of all sectors like science, technology, engineering, or whatever science and tech, as well as arts and commerce, or social science, especially who studied social work. അപ്പൊ ഇപ്പൊ മിക്കവാറും നിങ്ങൾ ഹോസ്പിറ്റലുകളിലൊക്കെ പോയി അറിയാൻ പറ്റും, ഹോസ്പിറ്റലുകളിലൊക്കെ ഈ കൗൺസിലർ എന്നുള്ള പോസ്റ്റ് ഉണ്ട്. അതുപോലെ കോളേജുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കോളേജുകളിലൊക്കെ ഇപ്പൊ കൗൺസിലർ പോസ്റ്റ് ഒരുപാട് എന്റെ വോളണ്ടിയേഴ്സ്, എന്റെ കൂടെ വർക്ക് ചെയ്ത വോളണ്ടിയേഴ്സ് ഒക്കെ ഇപ്പൊ പല കോളേജുകളിലും അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യും. സോ അപ്പോ ഐ എം ഓൾസോ ഗെറ്റിംഗ് ദോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദോസ് പീപ്പിൾ. സോ അതാണ് നമ്മൾ ഐ എം നോട്ട് ടെല്ലിംഗ് ഡയറക്ട്ലി out of reading some theories or some reports or something. I'm addressing you after getting so much of experiences, which I'm as I said, I'm a science scholar, but scholar of science, but still the people who works with me, they are from different backgrounds, and I feel they are very important. Even നമ്മളിപ്പോ journalism, like journalism is also considered as like who field in humanity. So ഇപ്പോ journalist നമുക്കറിയാം, it is known as the fourth estate of democracy. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു പ്രോപ്പർ ആയിട്ട് നമ്മൾ പലപ്പോഴും ജേർണലിസ്റ്റുകളുടെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോ ഈ ഏത് കാര്യത്തിന്റെ സമയത്തെടുത്താലും നമുക്ക് മനസ്സിലാക്കാം, ഒരു ഡയറക്റ്റ് ആയിട്ട് വളരെയധികം മനുഷ്യന്റെ പുരോഗതിക്കും മനുഷ്യനെ ഒരുപാട് കാര്യങ്ങളിൽ ഹ്യൂമാനിറ്റീസ് സെക്ടറിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. സോ അതൊക്കെയാണ് പ്രധാനമായിട്ടും. ലൈക്ക് ഐ വുഡ് സേ ലൈക്ക് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ
എല്ലാ സെക്ടറുകളുടെയും ഒരു അപ്ലിഫ്റ്റ്മെന്റ് അല്ലെങ്കിൽ എല്ലാ സെക്ടറുകളും എന്താണ് ഐ വുഡ് സേ ലൈക്ക് എല്ലാ സെക്ടറുകളുടെയും ഒരേപോലുള്ള ഒരു കാറ്റലൈസിങ് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഉണ്ടാകേണ്ടത് വളരെയധികം വലിയൊരു ആവശ്യമാണ്. സോ അതാണ് പ്രധാനമായിട്ടും ഐ വുഡ് സേ ലൈക്ക് ദാറ്റ് ഈസ് മോർ ദാൻ എനിത്തിങ്. സോ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും നമ്മുടെ ആൾക്കാർ കരിയർ അവര് ഡെവലപ്പ് ചെയ്യുന്നത്, കരിയർ മോൾഡ് ചെയ്യുന്ന സമയത്തും അതിലേക്ക് എത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇറ്റ്സ് എ നീഡ് ഓഫ് ദി അവർ ടു ഹാവ് കരിയർ വിച്ച് ക്യാൻ മേക്ക് എ ഡിഫറൻസ് ഇൻ സൊസൈറ്റി. ലൈക്ക് ഈവൻ നമുക്കറിയാം പല യൂണിവേഴ്സിറ്റികളും ഗാന്ധിയൻ തോട്ട്സ് ആൻഡ് സ്റ്റഡീസ്, ഗാന്ധിയൻ തോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോഴ്സുകൾ പല യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്, ഈവൻ ഫോറിൻ യൂണിവേഴ്സിറ്റീസ്. അപ്പൊ എല്ലാ ഫീൽഡുകളും ഇന്ന് ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് ഇമേർജിംഗ് ആയിട്ടുള്ള ഫീൽഡുകളും സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ ഉണ്ടായി വരുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് റിലേഷൻസ്, അതുപോലെ ഇന്റർനാഷണൽ റിലേഷൻസ്. അപ്പോ അതൊക്കെ ആ കോഴ്സുകളൊക്കെ വളരെയധികം സ്കോപ്പ് ഉള്ള, അല്ലെങ്കിൽ ഈവൻ ടു വർക്ക് ഇൻ യുണൈറ്റഡ് നേഷൻസ്. സോ I was the 2021 climate ambassador by the Global Youth Climate Network of the Global. I was the 2021 climate ambassador of Global Youth Climate Network of the young Y2Y of World Bank Group. So ആ സമയത്ത് we were about one note for climate ambassadors from all across the world. But I have seen people from all streams and almost all prestigious universities across the world. ആ സമയത്തൊക്കെ എന്താണ് we had a I think I forgot his name, but he studied in Oxford University, but MA in energy policy or something like that. MA in energy policy. He did MA from Oxford University, and there was many people were there, like from different parts of the country. And one girl who was studying, I think Oriana Thange, she was a student of UC Berkeley, and she was studying some other MA in climate finance or something like that. So there are different courses, and sustainability leadership. Like you can, after your bachelor's and after having good experience in the field, like if you have NGO experience or something, or a good contribution or something, you can apply for many fellowships abroad, like kind of Chevening fellowship, Nehru fellowship, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആ സമയത്തൊക്കെ there are നിങ്ങളിപ്പോ even many central universities also introduced such courses. As far as I know, they introduce many courses related to humanities. IITs are introducing. So അപ്പൊ നമ്മൾ അതിലേക്കൊക്കെ മാറേണ്ടത്. So we have to give importance to we have to consider students who studied humanities. Whenever we are giving preference to some fields, the other field, the brilliant minds who aspires to become good social activist or good environmentalist, നമ്മൾ ആ ഒരു ഫീൽഡിനെ അത്രയും വലിയ അതിലേക്ക് കടന്നു വരുന്ന ബ്രൈറ്റ് മൈൻഡ്സിനെ വി ആർ ട്രൈങ് ടു സപ്രസ്. ആ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. ദാറ്റ്സ് വാട്ട് ഐ വുഡ് സേ, ആൻഡ് ദാറ്റ്സ് ഓൾ. ആൻഡ് താങ്ക് യു വെരി മച്ച്. And I hope the sector will grow, and the world will recognize. The world has already recognized, and our society will also recognize. And I wish you all the best. Thank you very much, and thank you very much for the opportunity. Thank you.